ഓക്കെ, അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ഒരു വലിയ ഒരു അഭിനന്ദനം ഞാൻ അറിയുകയാണ് കേട്ടോ. ഒരു വലിയ അഭിനന്ദനം. കാരണം ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം തന്നെ ഈ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ കാണിച്ച നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെല്ലാവരും വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന സമയം അല്ലേ? നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ആ വീടുകളിലൊക്കെ വെളിച്ചം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ എഴുന്നേറ്റ് ഒരു റിസ്ക് എടുത്ത് ഈ സമയം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ വലിയ മനസ്സുണ്ടല്ലോ, ദാറ്റ് മേക്സ് ദ ചേഞ്ച്. അവിടെയാണ് ആ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ തന്നെ വലിയ ഒരു അഭിനന്ദനം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കാണ് ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് അല്ലെ? ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയത്. മറ്റൊരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ആർക്കും ഈ ഒരു സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു മനസ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപടി മുൻപിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു PSC പരീക്ഷയുടെ മത്സര കാലഘട്ടങ്ങളെ സമീപിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതിന്റെ സിലബസും ഒക്കെ നിങ്ങളുമായിട്ട് വളരെ കൃത്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സെഷനായിട്ട് ഇവിടെ ചേരുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ അക്കാദമിക് ഡയറക്ടർ ആയിട്ടുള്ള സുബിൻ സാർ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. എക്സാം എക്സ്പേർട്ട് ആയിട്ട് നിങ്ങളോട് പരീക്ഷയെ പറ്റിയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സുബിൻ സാർ കൂടി ഉണ്ടാവും ഇന്ന്. അപ്പോൾ സാർ നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയുടെ സിലബസും പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരൊറ്റ ചോദ്യം ചോദിച്ചു തുടങ്ങാം. 2024 നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു PSC പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ തന്നെ മാറ്റമായി മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു മാറ്റം സൃഷ്ടിക്കും എന്ന 100% ഉറപ്പുള്ളവർ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. 2024 നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു PSC പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറുമെന്ന് 100% ഉറപ്പുള്ളവർ ഒരു യെസ് പറഞ്ഞേക്കാം. ഒരു യെസ് പറഞ്ഞേരെ. ചെറിയ യെസ് ഒന്നും പോരാ, ഒരു വലിയ യെസ് തന്നെ പറയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയുള്ളവരെ ഈ ഒരു സമയത്ത് ഇവിടെ എന്നോട് ഉണ്ടാവും. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. യെസ്. നിമിഷ, അത്രേ ഉള്ളൂ. അൻസിയ, യെസ്. ആതിര, ഇത്രയും കേസേ ഉള്ളൂ. ധന്യ, യെസ്. റോഷ്ന, യെസ്. വിദ്യ, യെസ്. അതാണ് ആ ഒരു യെസ്സിൽ, ചില ആൾക്കാരുടെയൊക്കെ യെസ്സിൽ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം, നിങ്ങളെടുത്ത തീരുമാനം എത്രത്തോളം ദൃഢമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുല്യ, യെസ്. സാന്ദ്ര, യെസ്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ ഒരു യെസ് മതി കേട്ടോ. ഇനി തുടർന്ന് വരാനിരിക്കുന്ന നമ്മുടെ യെസ് ഫസ്റ്റിലെ പറയുന്നത് ഇതെന്റെ ഒരു വഴിത്തിരിവാകും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് കേട്ടോ. അതിന് നിങ്ങളെടുത്ത ഈ തീരുമാനം നിങ്ങളെ അതിന് പ്രാപ്തമാക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു തുടർന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന എല്ലാ 4:30 മണിയുടെ ക്ലാസ്സും രാവിലത്തെ ക്ലാസ്സുകളിലും നിങ്ങളുടെ ഈ ഒരു എനർജി നമ്മുടെ ക്ലാസ്സിന്റെ ഒരു തീയായിട്ട് മാറണം കേട്ടോ. കാരണം രാവിലെ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് തണുത്തു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇല്ലാതെ പറ്റില്ല, നിങ്ങളുടെ ഒരു ചൂടില്ലാതെ പറ്റില്ല. അതുകൊണ്ട് ത്രൂ ഔട്ട് ഇനി മുതൽ ചാറ്റ് ബോക്സ് തീയാക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവാണ്. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു യെസ് പറയണം കേട്ടോ. സ്ക്രീന് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ഒരു യെസ് പറയണം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആവുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ ആവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇതിൽ കാണാം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണാം. അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് നിങ്ങൾക്ക് കാണാം അല്ലെ? എ ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സുഖകരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത്. മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എനിക്കറിയാം നിങ്ങളുടെ ഉറക്കം കെടുത്തി എന്റെ മുമ്പ് ഇരിക്കുന്ന ആദർശിന്റെയും മീനുവിന്റെയും ശ്രീലക്ഷ്മിയുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 4:30 മണി സമയത്ത് നിങ്ങൾ എത്തി നിൽക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് ഈ 4:30 മണി സമയത്ത് നിങ്ങൾ ഈ സെഷനിൽ ലൈവായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം.
ആ ഉറക്കം കെടുത്തുന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ. പണ്ടൊരു സമയത്ത് ഈ APJ അബ്ദുൽ കലാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സാർ അങ്ങയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: വളരെ ഗ്രാമീണമായ രാമേശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കുഞ്ഞുനാളിലൊക്കെ ഒരു വീട്ടിൽ മാത്രം രാവിലെ അതിരാവിലെ ഒരു ചെറിയ റാന്തൽ വിളക്ക് തെളിഞ്ഞു നിൽപ്പുണ്ടാകും. അതായത് ചുറ്റുപാടുമുള്ള വീടുകളെല്ലാം ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുമ്പോൾ ഒരു വീട്ടിലെ മാത്രം ഒരു ചെറിയ വിളക്ക് കത്തി നിൽപ്പുണ്ടാകും. അതെന്റെ വീടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ചുറ്റുപാടുള്ള എല്ലാവരും വിളക്കൊക്കെ അണച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വീട്ടില് ഒരു ചെറിയ വെളിച്ചം കത്തി നിൽപ്പുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വെളിച്ചത്തിന് മുമ്പിൽ ആരിരിപ്പുണ്ടായിരുന്നു? ഒന്ന് പറഞ്ഞേ, ആ വെളിച്ചത്തിന് മുമ്പിൽ ആരിരിപ്പുണ്ടായിരുന്നു? ആരായിരുന്നേ? ആ ഒരു ചെറിയ വെളിച്ചത്തിന് മുമ്പിൽ ആരിരിപ്പുണ്ടായിരുന്നു? ആരായിരിപ്പുണ്ടായിരുന്നേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, ആരുണ്ടായിരുന്നു ആ വെളിച്ചത്തിന് മുമ്പിൽ? അദ്ദേഹം ഉണ്ടായിരുന്നു. ഏത്? ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരിയല്ലേ? അല്ലെ? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാരഥനായ മനുഷ്യൻ ആ ചെറിയ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുന്ന് സ്വപ്നങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി അതിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ഗ്രാമത്തില്, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു ചെറിയ ഇടത്തില്, നിങ്ങളുടെ ചുറ്റുപാടുകളില് എല്ലാം ലൈറ്റ് ഓഫാ, അല്ലെ? വെളിച്ചം പതുക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ റൂമില്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം ഇപ്പൊ കത്തി നിൽപ്പുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ റൂമില്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു ചെറിയ വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ കത്തി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അത് തന്നെയാണ് മറ്റുള്ളവരിൽ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. ഒരു ദിവസത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നിങ്ങൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസമല്ല, ഒരു തുടർച്ചയായ കുറച്ച് ദിവസങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം നല്ല ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളോടൊരു മതിപ്പും, നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും, നിങ്ങളോടുള്ള ഒരു ബഹുമാനവും വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് മതി നമ്മുടെ എല്ലാ മത്സര പരീക്ഷകളും എഴുതി വിജയിച്ചങ്ങ് പോകാൻ. ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് മതി ഇനി വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകളും എഴുതി വിജയിച്ച് മുമ്പോട്ട് പോകാൻ. എനിക്കറിയാം ഈ കൂട്ടത്തില് ഒരുപാട് ആൾക്കാര് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ഉറങ്ങിയിട്ടുള്ളവരുണ്ടാവും. ചിലപ്പം പല സാഹചര്യങ്ങളിലൂടെയും പോകുന്നതും കുട്ടികളുള്ളവരും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അവരൊക്കെ എനിക്ക് എൻ്റെ ഒരു അറിവിൽ 1-2 മണിക്കൂറുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എങ്കിലും 4:30 ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കത് ലൈവായിട്ട് തന്നെ കാണണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടാ? നിങ്ങളുടെ ആ വലിയൊരു സ്വപ്നം കൊണ്ടാ, അല്ലെ? നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു സ്വപ്നം ഉള്ളതുകൊണ്ടാ. അത് ശരിയല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ള ഒരു ചെറിയൊരു ചിത്രം അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുമായിരിക്കും. 2023 അവസാനം റിലീസ് ആവുകയും എന്നാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്ത ചെറിയ ഒരു സിനിമയാണ് 12th ഫെയിൽ. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടവരുണ്ടോ? 12th ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഉണ്ടോ? 12th ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? ഒരുപാട് ആസ്പിരൻസിന് അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ 100 കണക്കിന് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയാണ് 12th ഫെയിൽ. അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സിനിമ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് എന്ന് കരുതരുത്. നിങ്ങൾക്ക് കാണാം, കണ്ടു കഴിഞ്ഞാൽ നഷ്ടമാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ കാണിക്കുന്നത് ഇത്രേ ഉള്ളൂ. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഹോട്ടലിൽ പോയി ഭിക്ഷ യാചിക്കേണ്ടി വരുന്നൊരു മനുഷ്യൻ, വിശപ്പടക്കുന്നതിന് വേണ്ടി എന്ത് ജോലിയും ചെയ്യേണ്ടി വരുന്നൊരു മനുഷ്യൻ, ക്ലീനിങ് വർക്കുകൾ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജോലികളും ചെയ്ത് ജീവിക്കേണ്ടി വരുന്നൊരു മനുഷ്യൻ, +2 പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അവസാനം ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് എങ്ങനെ കയറി പറ്റുന്നു എന്നുള്ള ഒരു കൊച്ചു കഥയാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് IPS, +2 പരാജയപ്പെട്ടു പോയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് IPS എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നൊരു ചെറിയൊരു കഥ. ഞാൻ ഈ സിനിമയുടെ പോസ്റ്റർ നിങ്ങളെ കാണിക്കാൻ കാരണം ഇതിന്റെ ഒരു ടാഗ് ലൈൻ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി, ഒരു സത്യകഥയെ ആസ്പദമാക്കിയുള്ള സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ അതിനേക്കാൾ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ കാര്യം, ഇൻസ്പയർഡ് ബൈ എ മില്യൺ ട്രൂ സ്റ്റോറീസ്. ഇത് ഒറ്റ ഒരാളുടെ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു കഥയല്ല. ഞാനും നിങ്ങളും അടക്കം ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു സിനിമയാണ്. കാരണം എന്താണെന്നറിയാവോ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിമിതികളുണ്ട്, ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സമയത്തിന്റെ പരിമിതി, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സമയത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, ശരിയല്ലേ? മറ്റു പലർക്കും വേണ്ടി പങ്കുവെക്കേണ്ടി വരുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരും നമ്മളിൽ നിന്നും കട്ടെടുക്കുന്ന സമയങ്ങൾ, അല്ലെ? അല്ലെങ്കിൽ യെസ് അനീഷയെ പോലെ, അല്ലെങ്കിൽ മറ്റു പല ആൾക്കാർക്കും വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതായി വരുന്ന സമയങ്ങൾ. ഇതുപോലെ ഒരുപാട് സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് ഒരുപാട് പരിമിതികളുള്ളവരുണ്ടാവാം, അല്ലെ? പണത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പണത്തിന്റെ കാര്യത്തിൽ പരിമിതികളുള്ളവരുണ്ടാവും. വീട്ടിലെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനുള്ള ഫീസോ അല്ലെങ്കിൽ വായിക്കാനുള്ള ബുക്കോ ഒക്കെ വാങ്ങുന്നതിന് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അതുപോലെ കുടുംബത്തിൽ പരിമിതികൾ അനുഭവിക്കുന്നവരുണ്ടാവും. നീയൊന്നും ഇനി പഠിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, അല്ല വീട്ടുകാര്യം നോക്കി വീട്ടു ജോലി നോക്കി ജീവിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും കാലമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഒന്നും ആയില്ലേടേ എന്ന് ചോദിക്കുന്ന വീട്ടുകാരുള്ളവരുണ്ടാവും. ഇനി ഒരു ബന്ധമില്ലാത്ത നാട്ടുകാരിലെ മാമന്മാര്, എന്താ മക്കളെ ജോലിയൊന്നും ആയില്ലേ എന്ന് എല്ലാ ദിവസവും ചോദിച്ച് ശല്യപ്പെടുത്തുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് പരിമിതികളുടെ നടുവിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രതിനിധികളാണ് നമ്മൾ എല്ലാവരും. പല രീതിയിൽ പ്രതീക്ഷകളുടെ അമിത ഭാരം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നവരുണ്ടാവും. മനുഷ്യനാണ്, മനുഷ്യനായിട്ട് ജനിച്ചാൽ ഉറപ്പായിട്ടും പരിമിതികൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ കാണുന്ന സ്വപ്നത്തിന് ഒരിക്കലും പരിമിതി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് ഒരിക്കലും പരിമിതി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്വയം പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നത് വരെ ഒരിക്കലും നമ്മൾ തോക്കുന്നില്ല. അതാണ് ഇതിനകത്തെ കാര്യം. തിരിച്ചടികൾ ഉണ്ടാവും, പലതരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും. പക്ഷേ ഞാൻ തോറ്റു എന്ന് ഞാൻ സമ്മതിക്കുന്ന കാലം വരെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത തുറന്നു തന്നെ കിടപ്പാണ്. ഞാൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ സമ്മതിക്കുന്ന കാലത്ര വരെയും ജയിക്കുവാനുള്ള ചെറിയ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനുള്ള ഏറ്റവും വലിയൊരു ചെറിയൊരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മലയാളി, ആശിഷ് ദാസ് എന്ന് പറയുന്ന ഒരു മലയാളി 12ാം ക്ലാസ് സാധാരണ മാർക്കോടെയൊക്കെ പാസ്സായി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി. ഹോട്ടൽ മാനേജ്മെന്റ് ജോലി മടുത്തിട്ട് പിന്നെ ഹോട്ടലിൽ വെയിറ്റർ ആയിട്ട് പോയി. അതിനുശേഷം ഒരു സെയിൽസ്മാൻ ആയിട്ട് പോയി. ബാങ്കിലെ ലോൺ ഏജന്റ് ആയിട്ട് ജോലി ചെയ്തു. പിന്നെ ഒരു PSC പരീക്ഷയൊക്കെ എഴുതി ഒരു ഫയർമാൻ ആയിട്ട് ജോലിക്ക് കയറി. ഈ ഫയർമാൻ ആയിട്ട് തന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ കഴിവ് മനസ്സിലാക്കിയതിനു ശേഷം ഇദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതി. ഇപ്പൊ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വർക്ക് ചെയ്യുക, IAS കാരനെ. കേവലം ഒരു ഫയർമാൻ ആയിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തി, ആശിഷ് ദാസ് എന്ന് പറയുന്ന ഈ ഒരു കൊല്ലംകാരൻ, സ്വന്തം കഴിവ് കൊണ്ട് IAS വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാവാം, പക്ഷെ എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ പരിമിതി വെക്കുന്നത്? പരിമിതികളില്ലാത്ത സ്വപ്നമുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. സ്വപ്നങ്ങൾക്ക് പരിമിതികൾ വെക്കാത്തവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ആശിഷ് ദാസിന്റെ ഉദാഹരണം അതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഒരു സർക്കാർ ജോലി എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ലക്ഷ്യം ആവരുത്. അത് ജീവിത ലക്ഷ്യത്തിന്റെ ഒരു തുടക്കമായാൽ മാത്രം മതി. അതിപ്പോ LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫയർമാൻ ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, PSCയുടെ എന്ത് പോസ്റ്റും ആയിക്കോട്ടെ, ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായി കാണരുത്. അതൊരു തുടക്കം മാത്രമാണ്. അത്തരത്തിലൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലേക്ക് നമുക്ക് വളർന്നു പോകാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ സമയമാണ്. എന്നതിനുള്ള ഏറ്റവും വലിയ സാക്ഷിയും ഈ സമയമാണ്. അങ്ങനെയുള്ളവരെ ഈ അതിരാവിലെയൊക്കെ എഴുന്നേറ്റിരിക്കുള്ളൂ. ഉറങ്ങാതെ, ഉറക്കം നഷ്ടപ്പെടുത്താതെ, ഒരു ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ കമ്പ്യൂട്ടറിന്റെയും ഈ ഫോണിന്റെയൊക്കെ മുമ്പിൽ വന്നിരിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്കേ പറ്റൂ. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചൂണ്ടിക്കാണിക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ അസാധാരണമായ സ്വപ്നങ്ങളുള്ളവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ 4:30 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. റാഷ്ന പറയുന്നു വളരെ ശരിയാണ്, വിദ്യ പറയുന്നു ഏറെക്കുറെ തെറ്റില്ല എന്ന് പറയും. തെറ്റില്ല അല്ലേ? ഒരിക്കലും തെറ്റില്ല. അങ്ങനെയുള്ളവരെ ഇവിടെ കിട്ടുള്ളൂ. ഈ കേരളത്തിൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ പല പല സ്ഥാപനങ്ങളിൽ PSCക്ക് പഠിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വല്ല 8 മണി വൈകുന്നേരം 8 മണിയുടെ ബാച്ചിന് പോയി ജോയിൻ ചെയ്താൽ പോരായിരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്താൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 4:30 തന്നെ വന്നത്? വൈ? എന്തുകൊണ്ടാണ് 4:30 ചൂസ് ചെയ്തത്? നിങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു വലിയ സ്വപ്നം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട അല്ലെ? സമയത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പണത്തിന്റെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ റെസ്ട്രിക്ഷൻസിനെ, നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു സ്വപ്നം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. സോ നിങ്ങൾ ഓർഡിനറി ആൾക്കാരല്ല, യു ആർ എക്സ്ട്രാ ഓർഡിനറി. നിങ്ങൾ ഒരു സാധാരണ ആസ്പിരന്റ് അല്ല, അസാധാരണക്കാരായിട്ടുള്ള ആസ്പിരൻസ് ആണ് നിങ്ങൾ. അത് ആദ്യം മനസ്സിലാക്കുക. ആ ഒരു സന്തോഷത്തിൽ കൊണ്ടാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ നിങ്ങളെ ഞാനൊന്ന് അഭിനന്ദിച്ചത്. ആ ഒരു സന്തോഷം കൊണ്ടാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരീക്ഷ, ഒരു മത്സര പരീക്ഷ എഴുതി വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഞങ്ങൾക്കത് തരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഇനി കാണാൻ പോകുന്ന സ്ലൈഡ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് 4 കാര്യങ്ങളാണ്. കേരള PSC നടത്തുന്ന ഒരു മത്സര പരീക്ഷ എഴുതി വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്ന്, റിലവന്റ് ആയിട്ടുള്ള നോളജ്, കൃത്യമായ അറിവ്. അത് ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഈ ഒരു ചെറിയൊരു സെഷന് ശേഷം സുബിൻ സാറ് ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടും അറിവ് എങ്ങനെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ശരിയായ പഠന രീതിയാണ്. അത് നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 4:30 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മുൻപിൽ നിങ്ങൾ എത്തിയതോടുകൂടി ശരിയായ ഒരു പഠന രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമേ ഇല്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം തീരുമാനമായി. മൂന്നാമതായിട്ട് പ്രോപ്പർ റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. കൃത്യമായ റിവിഷൻ. നമ്മുടെ ഓരോ ആഴ്ചയും നടക്കുന്ന ചോദ്യക്കളരി ടെസ്റ്റുകളിലൂടെയും റിവിഷൻ ക്ലാസ്സുകളിലൂടെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലെ? കൃത്യമായ റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കുറച്ച് പുസ്തകങ്ങളിൽ നിന്നുള്ള ഫാക്റ്റുകൾ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ PSC പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കുമോ? യെസ് ഓർ നോ? കുറച്ച് പുസ്തകങ്ങളിലെ റാങ്ക് ഫയലുകളിലെ ഡാറ്റ, ഫാക്ട് കാണാപ്പാഠം പഠിച്ചത് കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്തെ ഒരു മത്സര പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? അമ്പിളി യെസ്, സോഫിയ യെസ്. യെസ്. പറ്റില്ല അല്ലെ? ഒരിക്കലുമില്ല, ഒരിക്കലും പറ്റില്ല. രാജലക്ഷ്മി പറയുന്നത് ഒരിക്കലും പറ്റില്ല എന്നാണ് രാജലക്ഷ്മി പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. കുറെ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ച് PSC പരീക്ഷാ ചോദ്യ പേപ്പറിലേക്ക് തള്ളിയിട്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതിനപ്പുറത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അവരാണ് റാങ്കിലേക്ക് കയറി വരുന്നത്. ലോജിക്കലി ചിന്തിച്ച് കൃത്യമായ എലിമിനേഷനിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നവരാ റാങ്കിലേക്ക് വരുന്നത്. അതിന് PSC ടോക്സിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു മരുന്ന് IOT എന്ന് പറയും. IOT, ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്. ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്. ഒരു 0 അറിവുള്ള ആൾക്ക്, ഒരു വിഷയത്തെ പറ്റി 0 അറിവ് മാത്രമുള്ള ഒരു വ്യക്തിക്ക് ലോജിക്കിലൂടെ എങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ടെക്നിക്കാണ് IOT, ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്. അതിനുവേണ്ടി തന്നെ പ്രത്യേകമായ ക്ലാസ്സുകൾ നമുക്കുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഒരു ധാരണയുമില്ലാതെ, ഒരറിവുമില്ലാതെ 0 നോളജ് വെച്ച് എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്താം എന്നുള്ളതിന്റെ ലോജിക്കൽ ട്രെയിനിങ് ഞങ്ങൾക്കുണ്ടാവും. അപ്പോ 1 നമ്മൾ തരുന്നുണ്ട്, 2 നമ്മൾ തരുന്നുണ്ട്, 3 നമ്മൾ തരുന്നുണ്ട്, 4 ഈ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എല്ലാ ദിവസവും 4:30 നേരെ ഇങ്ങോട്ട് പോരുക. എല്ലാ ദിവസവും 4:30 നേരെ ഇങ്ങോട്ട് പോരുക. ചാറ്റ് ബോക്സിൽ ഫയറിന്റെ ഒക്കെ സ്മൈലി ഇട്ട് ഒന്ന് കത്തിക്കുക. ക്ലാസ്സുകൾ പോകുന്ന വഴിക്ക് ചാറ്റ് ബോക്സുകളിൽ ഫയർ ഇറക്കിയിട്ട് മൊത്തത്തിൽ ഒന്ന് കത്തിക്കുക. ലൈവായിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടെ അന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ കൂടി സമയം കണ്ടെത്തിയാൽ അന്നത്തെ ദിവസം സെറ്റാണ്. നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ധന്യ ഫയർ, അങ്ങനെയാണ്, അതാണ് കാര്യം അല്ലെ? ഫയർ കത്തി നിൽക്കണം നമ്മള്.
ഈ ആദ്യത്തെ 1.5 മണിക്കൂറിന്റെ കൂടെ നിങ്ങൾ ഇടുന്ന ഒരു അരമണിക്കൂർ കൂടി 2 മണിക്കൂർ ഈ ഒരു ദിവസം രാവിലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ദിവസം സെറ്റാണ്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയിൽ അന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിമിഷ അത്രേ ഉള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം ആയിക്കോട്ടെ, നിങ്ങൾ മറ്റു പണികൾ ചെയ്യുന്ന സമയം ആയിക്കോട്ടെ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയം ആയിക്കോട്ടെ, രാവിലെ 4:30 മുതൽ 6 മണി വരെ ഞാൻ എന്താ പഠിച്ചത് എന്ന് വെറുതെ ആലോചിച്ചാൽ മതി. റിവിഷനായി വെറുതെ ചിന്തിച്ചാൽ മതി. കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നോണ്ടേയിരിക്കും. ശരിയല്ലേ? ഋഷാന അത്രയും കേസേ ഉള്ളൂ. വിദ്യ ഫയർ തീയായിട്ട് നിൽക്കുക അല്ലെ? രാവിലത്തെ ഈ തണുപ്പ് ഒക്കെ ഒന്ന് കൂളാവണമെങ്കിൽ നിങ്ങൾ തീയായിട്ടേ കാര്യമുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഞാനും തണുത്തു നിങ്ങളും തണുത്തു. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ എത്തിക്കും. നോ ഡൗട്ട്. അതിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. നോ കോംപ്രമൈസ്. നോ കോംപ്രമൈസ്. ഈ 4 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ബാക്കി. എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? റിസോഴ്സുകൾ എന്തൊക്കെയാണ്? അൻസിയ, യെസ് അൻസിയ ഫയർ. അതാണ് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? സോഴ്സ് എന്തൊക്കെയാ? ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ട സോഴ്സ് എന്തൊക്കെയാ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു കാര്യം PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. PSCയുടെ ഒരു 2019, 2020, 21, 22, 23 കാലഘട്ടങ്ങളിൽ 100 കണക്കിന് പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിപ്പോ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അല്ലെ? ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. മാത്രമല്ല എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമല്ലാത്തവർ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. ഗ്രൂപ്പുകളിൽ നിങ്ങളെ ഓൾറെഡി അംഗമാക്കിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് SCERT പാഠപുസ്തകങ്ങൾ. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പാഠപുസ്തകങ്ങൾ പഠിച്ച സമയത്ത് ബെഞ്ചേലും കൊട്ടി പാട്ടും പാടി ഡാൻസും കളിച്ച് നടന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കിയ ആൾക്കാരിൽ പലരും, ഞാൻ അടക്കം, ഇന്നിവിടെ ഉണ്ട്. ശരിയല്ലേ? 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പാഠപുസ്തകം പഠിപ്പിച്ച് ടീച്ചർ അത് പഠിക്കടാ ഇത് പഠിക്കടാ എന്ന് പറഞ്ഞ സമയത്ത് പാട്ടും പാടി നടന്നതിന്റെ പ്രശ്നം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ന് നമുക്കിടയിലുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തില്ല കേട്ടോ, തമാശ പറഞ്ഞാണ്. ശരിയല്ലേ? രാജലക്ഷ്മി, യെസ് അല്ലെ? അപ്പൊ അന്ന് പാടിയ പാട്ടിന് നമ്മൾ ഇപ്പം പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഓർത്തിട്ട് കാര്യമുണ്ടോ? അയ്യോ അന്ന് പാട്ട് പാടണ്ടായിരുന്നു, പാട്ടും പാടി നടക്കണ്ടായിരുന്നു എന്ന് ഓർത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ അത് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. പകരം എന്താണ്? നേരെ സമഗ്ര പോർട്ടലിലേക്ക് പോവുക, SCERT ക്ലാസ് വൈസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, വായിച്ചു പഠിച്ചു തുടങ്ങുക. ഇല്ലെങ്കിൽ വീട്ടിലെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ പോവുക, അമ്മമാരുടെ പുസ്തകം അടിച്ചു മാറ്റിയെങ്കിലും കൊണ്ടുവരിക, വായിച്ചു തുടങ്ങുക. SCERT പാഠപുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക. വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ. SCERTക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ സമഗ്ര പോർട്ടലിൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? സമഗ്ര പോർട്ടൽ കേരള ഗവൺമെന്റിന്റെ SCERT പാഠപുസ്തകങ്ങൾ PDF ആയിട്ട് കിട്ടുന്ന ഒരു പോർട്ടലാണ് സമഗ്ര. അത് ആ സമഗ്ര പോർട്ടലിൽ കയറുക, പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, വായിച്ചു പഠിക്കുക, നോട്ട് കുറിക്കുക. വായിച്ചു പഠിക്കുക, നോട്ട് കുറിക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഇത്? ഇന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ് ഈ ഒരു SCERT പാഠപുസ്തകം PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ചിട്ട് ഒരു 1-2 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആണോ? ആണോ ആദർശ് ഭരത്? ആണോ രാജലക്ഷ്മി? ആണോ അൻസിയ? ആണോ അതുല്യ? ആണോ? ആണോ വിദ്യ? വലിയ പാടുള്ള കാര്യമാണോ? ഓ എന്ത് കാര്യം? ഒരു പാടുമില്ല അല്ലെ? അതിനുവേണ്ടി ഒരു സമയം നമ്മൾ മാറ്റി വെക്കണമെന്നുള്ളൂ. അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അതിനാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പൊ SCERTയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി സമഗ്ര പോർട്ടലിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മൾ ഗ്രൂപ്പ് ഷെയർ ചെയ്യും. രാജലക്ഷ്മി പറഞ്ഞു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ചെയ്യണം. ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ സമഗ്ര പോർട്ടലിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മളത് ഗ്രൂപ്പ് ഷെയർ ചെയ്യും, നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം ക്ലാസ്സിലെ നോട്ടുകളാണ്. അതായത് ആ ലിങ്ക് തരാം കേട്ടോ, ആദർശ ലിങ്ക് തരാം കേട്ടോ, സമഗ്രയുടെ ലിങ്ക് തരാം. ക്ലാസ്സിലെ നോട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. റെക്കോർഡിങ് കണ്ട് നോട്ട് എഴുതുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അതായത് പരമാവധി 4:30 തന്നെ ലൈവായിട്ട് ഇവിടെ എത്തി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് എഴുതി വെക്കുന്ന നോട്ടുകൾ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം തോന്നും. ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയ നോട്ടാണല്ലോ, ഇത് ഞാൻ പഠിച്ചിരിക്കും എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് തന്നെ നോട്ട് എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ബേസിക് ഡോക്സ് ഇൻസിസ്റ്റ് ചെയ്യുന്നത് രാവിലെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ പരമാവധി രാവിലെ എല്ലാവരും എത്താൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ അല്ലാത്തവർക്ക് മാത്രമാണ് നമ്മൾ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ക്ലാസ് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ മിസ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ റെക്കോർഡിങ്ങിലേക്ക് പോകാവൂ. ലൈവായിട്ട് രാവിലെ എഴുന്നേറ്റിരുന്ന ഈ ക്ലാസ് കാണുന്നതിന്റെ വൈബ് ഒന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല. അല്ലെ സജിത അല്ലെ? ശരിയല്ലേ സജിത? ശരിയല്ലേ? അത് വേറെ ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡിങ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രാവിലെ കിടന്നുറങ്ങരുത്. നിങ്ങളുടെ ഉറക്കം കെടുത്തണം കേട്ടോ. നാളെ മുതൽ നിങ്ങളുടെ ഉറക്കം കെടണം. 4:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കട്ടിലേല് കിടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ചാടി എണീക്കണം. സ്പ്രിങ് വെച്ച പോലെ ചാടി എണീക്കണം. ആ ഒരു വൈബിലേക്ക് നിങ്ങൾ മാറണം നാളെ മുതൽ. കേട്ടല്ലോ? യെസ്, ശ്രീലക്ഷ്മി ഓക്കെ പറയുന്നുണ്ട്. അത്ര കേസുള്ളൂ. യെസ് വിദ്യ, നാളെ മുതൽ 4:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരം നിങ്ങൾ അറിയാതെ എണീക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. രാജലക്ഷ്മി ഇന്നേ ഉറക്കം പോയി എന്ന് രാജലക്ഷ്മി പറയുന്നു. സന്തോഷം. ശരിയല്ലേ? അപ്പം നാളെ മുതൽ ഒരു 4:30 ഒരു 4:15 കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടിലിൽ നിന്നും സ്വയം നിങ്ങളുടെ ശരീരം എണീക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പോലും അറിയാതെ ശരീരം എണീറ്റെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ 100% ആത്മാർത്ഥമാണ് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എണീപ്പിക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലാറം വെക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആത്മാർത്ഥത വർദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ നാളെ മുതൽ 4:15 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്പ്രിങ് പോലെ ചാടി എണീറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ 100% ആത്മാർത്ഥമായിട്ടാണ് പോകുന്നത് പറയാൻ പറ്റും. ഓക്കെ, അഖില ഇന്നാണ് ഫസ്റ്റ് ക്ലാസ്. അഖില, ഇന്നലെ ചന്ദ്രബാബു സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ 4:30 ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഇന്നാണ് കേട്ടോ അഖില, ഇന്ന് തന്നെ. രാജലക്ഷ്മി അത്രേ ഉള്ളൂ, തീർച്ചയായും ഫയർ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത്തരം ഒരു തീയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം കേട്ടോ അഖില. ഇങ്ങനെ ഒരു ഫയർ ആയിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ദെൻ അവസാനമായിട്ട് കറന്റ് അഫയേഴ്സ്. ബിഗിനർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ എല്ലാവരും ബിഗിനേഴ്സ് ആണ്. എല്ലാവരെയും ബിഗിനർ ആയിട്ട് തന്നെ പരിഗണിക്കുള്ളൂ. അല്ലാതെ വെറ്ററൻസ് ആയിട്ടുള്ളവർക്ക് ഒരു ക്ലാസ്, ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഒരു ക്ലാസ്, അങ്ങനെ ഒന്നുമില്ല. വളരെ ബേസിൽ നിന്ന്, ഏറ്റവും അടിത്തറയിൽ നിന്ന് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനൊരു സംശയമില്ല, നോ ഡൗട്ട്. ഓക്കെ, ദെൻ നാലാമതായിട്ട് നമുക്ക് വേണ്ടത് കറന്റ് അഫയേഴ്സ്. ഈ കറന്റ് അഫയേഴ്സ് എവിടുന്ന് കിട്ടും? ഒരു കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ കറന്റ് അഫയേഴ്സിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എല്ലാ ദിവസവും ഒരു പത്രം വായിച്ചോണം. ഈ കറന്റ് അഫയേഴ്സിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. എല്ലാ ദിവസവും പത്രം വായിച്ചോണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എല്ലാ ദിവസവും പത്രം വായിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ പത്രം വായിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. ശരിയല്ലേ? വീട്ടിൽ പത്രം ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ പത്രം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാം, ഒരു പ്രശ്നവുമില്ല. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. കാരണം കറന്റ് അഫയേഴ്സിന്റെ ഏറ്റവും നല്ല മെറ്റീരിയൽ കറന്റ് അഫയേഴ്സ് മാസ്റ്റർ പഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള അറിവുകളെല്ലാം ഒഴിവാക്കി PSC ചോദിക്കുന്ന ഫോക്കസ് ഏരിയയിൽ നിന്നും തന്നെ കറന്റ് അഫയേഴ്സ് മാസ്റ്റർ പഞ്ച് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ തരും. നിങ്ങൾ ചുമ്മാ ഒന്ന് ക്ലാസ്സിൽ ഇരുന്ന് കൊടുക്കുക. ഈ കറന്റ് അഫയേഴ്സ് ഒന്നും കാണാതെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. നേരെ പോയി പരീക്ഷ എഴുതുക. ഇത്രയും കേസേ ഉള്ളൂ. ഇത്രയും കാര്യം അതിനകത്ത് ചെയ്യാനുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും പത്രം വായിക്കുക എന്നുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടേക്കണം കേട്ടോ. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക എന്നുള്ളൊരു ചെറിയൊരു എഫേർട്ട് കൂടി നിങ്ങളൊന്ന് ഇട്ടേക്കണം. അത് ചെയ്യാമല്ലോ. ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യാമല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. രാജലക്ഷ്മി, വിദ്യ ഓക്കെ അല്ലേ? സജിത വായിക്കും, അത്രേ ഉള്ളൂ. കറന്റ് അഫയേഴ്സ് മെറ്റീരിയൽ നമ്മൾ പക്ക മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എഫേർട്ട് എല്ലാ ദിവസവും പത്രമൊക്കെ വായിക്കാനായിട്ട് ഒന്ന് കൊടുത്തേക്കണം. അത് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഓക്കെ, രാജലക്ഷ്മി ഫയർ ആണല്ലോ. ചാറ്റ് ബോക്സ് ഇടയ്ക്കൊക്കെ ഒന്ന് കത്തിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ തണുപ്പാവും. ഓക്കെ, ശ്രീലക്ഷ്മി ഒരു കുഴപ്പമില്ല കേട്ടോ. അത്തരം നമ്മുടേതായിട്ടുള്ള ഇൻപുട്ടുകളൊക്കെ കൊടുക്കുന്നതോറും നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഒക്കെ വരും. അത് ഒരു കുഴപ്പമില്ല കേട്ടോ. നിമിഷ, യെസ്, നിമിഷ ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചിട്ടുണ്ട്, കുറച്ച് ചൂടായിട്ടുണ്ട്. ഓക്കെ, അനില അടിപൊളി, യെസ്. അപ്പൊ ഇനി വിദ്യ, യെസ്, താങ്ക് യു വിദ്യ, അടിപൊളി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനുണ്ട്. ഒരു കേരള PSC ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കേരള PSC ഒരു മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ
22 ഫോക്കസ് ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ അവര് കണ്ടെത്തുക. 22ഓളം ഫോക്കസ് ഏരിയാസിൽ നിന്നാണ് അവർ ചോദ്യങ്ങൾ കണ്ടെത്തുക. PSC ചോദ്യം ഇടുമ്പോഴേ, ചോദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴേ, ആ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നിങ്ങളൊന്ന്, ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. PSC ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന് നോക്കിക്കേ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ കേരള ഹിസ്റ്ററിയാണ്. കേരള ചരിത്രം, കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ചരിത്രം. രണ്ടാമത്തേത് ഇന്ത്യൻ ഹിസ്റ്ററിയ, ഇന്ത്യ ചരിത്രം, ഇന്ത്യ ചരിത്രം. മൂന്നാമത്തേത് വേൾഡ് ഹിസ്റ്ററിയ, ലോക ചരിത്രം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ, തുടക്കക്കാരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ പ്രധാനപ്പെട്ട 22 മൈക്രോ ടോപ്പിക്കുകളിൽ നിന്ന് PSC ചോദ്യം ചോദിക്കാം. കേരള ഹിസ്റ്ററി, കേരള ചരിത്രം. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രം. വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം. ചരിത്രം അങ്ങ് മാറിയേ, ചരിത്രം അങ്ങ് മാറിയേ. ഇനി വരുന്നത് ഫിസിക്കൽ ജോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രം. ഏതൊക്കെ ഭൂമിശാസ്ത്രമാ? വേൾഡ് ജോഗ്രഫി, ലോകത്തിന്റെ ഭൂമിശാസ്ത്രം. ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം. കേരള ജോഗ്രഫി, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. അടുത്തതായിട്ട് എന്താ വരുന്നത്? ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്നൊക്കെ പറയും. ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം എന്നൊക്കെ പറയും. ഇതിനകത്ത് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത്. നമ്മുടെ പ്ലാനിങ്, ആസൂത്രണത്തെ പറ്റി, നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയൊക്കെ PSC കൂടുതലും ചോദിക്കാം. ശരിയല്ലേ? ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. ഏത് മത്സര പരീക്ഷയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന പഠിക്കാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭരണഘടന നിർബന്ധമായിട്ടും പഠിക്കണം. ഭരണഘടനയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ചന്ദ്രബാബു സാർ നമുക്കുണ്ട് അല്ലെ? കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് 100 കണക്കിന് ആൾക്കാരെ സർക്കാർ സർവീസിൽ കയറ്റിയ പരിചയമുള്ള ഒരാളാണ്. നമുക്ക് ഭരണഘടന എടുക്കുന്നത്. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ എന്തിനാ ടെൻഷൻ? അല്ലേ? ശരിയല്ലേ? ഒരു ടെൻഷനും ഇല്ല. സ്ക്രീൻ ഇത് തന്നെ, അമ്പിളി സ്ക്രീൻ ഇത് തന്നെ. ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമ്പിളി കാണുന്നില്ലേ? ദെൻ കേരള ഗവർണൻസ്. PSC പുതിയ പരീക്ഷാ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തൊരു ഭാഗമാണ് കേരള ഗവർണൻസ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതി ജയിച്ചാൽ ഏത് ഉദ്യോഗത്തിലാണ് കയറുന്നത്, ആ ഉദ്യോഗത്തിന് ഗ്രേഡ് എന്താണ്, ഗസറ്റഡ് ആണോ നോൺ ഗസറ്റഡ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന എവിടെയാ? ഈ കേരള ഗവർണൻസിനകത്താ. അടുത്തത് ലൈഫ് സയൻസ്, ജീവശാസ്ത്രം. ഇതിനകത്ത് എന്താ പഠിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ വൈറ്റമിൻസിനെ പറ്റി, മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെ പറ്റി, അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി, ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? ലൈഫ് സയൻസിലാണ് പഠിക്കുന്നത്. ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, SCERT ചാപ്റ്ററുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, SCERT ചാപ്റ്ററുകളാണ്. അതും ആ പുസ്തകം മുഴുവൻ ഒന്നും പഠിക്കണ്ട. ഫോക്കസ് ഏരിയാസിൽ നിന്നും നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ റെഡി ആയി കഴിഞ്ഞു. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. തൂലികാനാമങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന അല്ലെ? അതുപോലെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇത്തരം ഗെയിംസിനെ പറ്റി മിക്ക പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടാവും. ലിറ്ററേച്ചർ, സാഹിത്യം, പ്രധാനപ്പെട്ട അവാർഡുകൾ, എഴുത്തച്ഛൻ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ഇത്തരത്തിലുള്ള അവാർഡുകൾ നേടിയത് ആരാണ്? ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇതിനുള്ള ക്ലാസ്സുകളും ഉണ്ടാവും. ദെൻ കമ്പ്യൂട്ടറിൽ നിന്ന് എന്താ പ്രധാനമായിട്ട് IT ആക്ടിനെ പറ്റി ചോദിക്കും. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, സൈബർ ലോയ്, സൈബർ ക്രൈം, ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനുശേഷം വരുന്ന സുപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഇമ്പോർട്ടന്റ് ആക്ട്സ്, സുപ്രധാന നിയമങ്ങൾ എന്നാ പറയുക. ഇമ്പോർട്ടന്റ് ആക്ട്സ് അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ. എന്താ ഇവിടെ നമ്മൾ കാണുന്നത്? സുപ്രധാന നിയമങ്ങളിൽ RTI എന്ന് കേട്ടിട്ടില്ലേ? വിവരാവകാശ നിയമം കേട്ടിട്ടില്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു RTI, വിവരാവകാശ നിയമം കേട്ടിട്ടില്ലേ? വിവരാവകാശ നിയമം, വിവരാവകാശ നിയമം, യെസ് ഓർ നോ കേട്ടിട്ടുണ്ടോ? വിവരാവകാശ നിയമം, RTI ഉണ്ട് അല്ലെ? ഇതാണ് ഒരു നിയമം. സുപ്രധാന നിയമങ്ങളിൽ ഒരു ചോദ്യം RTIയിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അത് തന്നെ രാജലക്ഷ്മി, അത് തന്നെ കേട്ടോ, 2005. രണ്ടാമത്തെ ചോദ്യം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം പോക്സോ. എല്ലാവരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണല്ലേ പോക്സോ. മൂന്നാമത്തെ ചോദ്യം പോക്സോയ്ക്കകത്തുനിന്ന്. നാലാമത്തെ ചോദ്യം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം, നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം SC/ST പ്രിവെൻഷൻ ആക്ട്, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം, അഞ്ചാമത്തെ ചോദ്യം. ഇതാണ് സുപ്രധാന നിയമങ്ങൾ.
സുപ്രധാന നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ച്, ഈ 5 കാര്യങ്ങൾ പഠിച്ച് 5 മാർക്ക് ഉറപ്പ്. ഈ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറന്റ് അഫയേഴ്സ് അതിന് നമ്മൾ കൃത്യമായ ക്ലാസ്സുകളും മെറ്റീരിയലും നിങ്ങൾക്ക് തരും. പിന്നെ നമ്മൾ കുറച്ച് സ്ഥിരം ആൾക്കാരിലേക്ക് കയറുകയാണ്. മാത്സ് ഗണിതം. ഇവിടെയൊക്കെയാണ് പല ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി വരാൻ പോകുന്ന ചില ആൾക്കാരെ കാണുമ്പോഴാണ്. കുറച്ചു പേർക്ക് മാത്സ്, കുറച്ചു പേർക്ക് മെന്റൽ എബിലിറ്റി, കുറച്ച് ആൾക്കാർക്ക് ഇംഗ്ലീഷ്, കുറച്ചു പേർക്ക് മലയാളം. ഈ മേഖലകളാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് പാടാ, അല്ലെങ്കിൽ എനിക്ക് മാത്സ് പാടാ, എനിക്ക് മലയാളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. നോ ടെൻഷൻ, അവരാരും ടെൻഷൻ അടിക്കണ്ട. കൃത്യമായിട്ട് പവർ പാക്ഡ് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ക്ലാസ്സുകൾ നമുക്കുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കി നമ്മൾ തരും കേട്ടോ. ഒന്നൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മൈക്രോ ടോപ്പിക് PSC സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മേഖലകളിൽ നിന്നെല്ലാം ആയിരിക്കും നമുക്ക് ചോദ്യം വരും. അപ്പൊ ഇത് നമ്മുടെ മാത്സ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ 1-2 ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകളും നമ്മൾ അഡ്രസ് ചെയ്യാതെ പോവില്ല കേട്ടോ. സജിത, ഡോണ്ട് വറി കേട്ടോ, അത് നമ്മൾ കൈകാര്യം ചെയ്യും. യെസ്. ഇനി ഈ മൈക്രോ ടോപ്പിക് നമ്മുടെ സിലബസിൽ എവിടെയാണ് എന്നൊന്ന് നോക്കണ്ടേ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ മൈക്രോ ടോപ്പിക്സ് എല്ലാം നമ്മുടെ സിലബസിനകത്ത് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കണ്ടേ. എന്നാലല്ലേ നമുക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. നോക്കണ്ടേ? യെസ് ഓർ നോ നോക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ സിലബസിനകത്ത് അവരെങ്ങനെ എത്ര മാർക്കിനാണ് ചേർത്തിരിക്കുന്നത് എന്ന് കൂടെ നോക്കണ്ടേ. എന്നാലല്ലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. യെസ് ഓർ നോ? പിന്നെ വേണം അല്ലേ. നമ്മുടെ സിലബസിനകത്ത് PSC എങ്ങനെയാണ് ചേർത്തിരിക്കുന്നതെന്നും എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നതെന്നും കൂടി അറിഞ്ഞാലേ നമുക്ക് ഒരു സമാധാനമാവും. ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ആ സിലബസ് ഒന്ന് നമ്മൾ എടുത്ത് നോക്കാൻ പോവാം. ഓരോ മൈക്രോ ടോപ്പിക്കും അവരെങ്ങനെ എവിടെ ചേർത്തിരിക്കുന്നു എന്നുള്ളത് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ സിലബസ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? ഈ സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വിവിധ വകുപ്പിലെ LD കാറ്റഗറി നിയമനം, പരീക്ഷയുടെ വിശദമായ സിലബസ് എന്ന് പറഞ്ഞിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് PSC തന്നിട്ടുണ്ട്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്തുമായിക്കോട്ടെ, PSC നടത്തുന്ന എല്ലാ PSC പരീക്ഷകളുടെയും ഒരു ബേസ് സിലബസ് ഇങ്ങനെയായിരിക്കും. ആ രേഖയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ഒരു അടിസ്ഥാന സിലബസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതിൽ നമ്മളൊന്ന് നോക്കിക്കേ. ചരിത്രത്തിന് എത്ര മാർക്കാ കൊടുത്തിരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ചരിത്രത്തിന് എത്ര മാർക്കാ? ഹിസ്റ്ററി എത്ര മാർക്കാ? ഹിസ്റ്ററിക്ക് എത്ര മാർക്കാ കൊടുത്തിരിക്കുന്നത്? കാണാൻ പറ്റുന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. 5 മാർക്കാ കൊടുത്തിരിക്കുന്നത്. 5 മാർക്ക്. ഈ 5 മാർക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കേരള ഹിസ്റ്ററിയും വരും, വേൾഡ് ഹിസ്റ്ററിയും വരും, ഇന്ത്യൻ ഹിസ്റ്ററിയും വരും. ശരിയല്ലേ? ഈ 5 മാർക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കേരള ഹിസ്റ്ററിയും വരും, ഇന്ത്യൻ ഹിസ്റ്ററിയും വരും, വേൾഡ് ഹിസ്റ്ററിയും വരും. 2 ചോദ്യം കേരള ഹിസ്റ്ററി, 2 ചോദ്യം ഇന്ത്യൻ ഹിസ്റ്ററി, 1 ചോദ്യം ലോക ചരിത്രം അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി. ഈ ഒരു പാറ്റേണിലായിരിക്കും ചോദിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങാനും ഒരു എലിമീശ വണ്ണത്തിൽ മാറിയാലായി. പക്ഷേ ചരിത്രത്തിനകത്തുനിന്ന് എത്ര ചോദ്യം? ചരിത്രത്തിനകത്തുനിന്ന് 5 ചോദ്യം. ദെൻ ഭൂമിശാസ്ത്രം, ജിയോഗ്രഫി എത്ര ചോദ്യമാ? ഭൂമിശാസ്ത്രത്തിനകത്തുനിന്ന് എത്ര ചോദ്യമാ? ജിയോഗ്രഫിക്കകത്തുനിന്ന് എത്ര ചോദ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഭൂമിശാസ്ത്രത്തിനകത്തുനിന്ന് നമുക്ക് എത്ര ചോദ്യമാണ് കിട്ടാൻ പോകുന്നത്? കാണാൻ പറ്റുന്നവർ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. അതും 5 ചോദ്യം. ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? വേൾഡ് ജിയോഗ്രഫി, ലോകത്തിന്റെ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. ഈ 3 കാര്യങ്ങളിൽ നിന്നും ആകെ എത്രയേ ഉള്ളൂ? 5 മാർക്ക്. പിന്നീട് വരുന്നതാണ് ധനതത്വശാസ്ത്രം, ഇക്കണോമിക്സ്, 5 മാർക്ക്. ശരിയല്ലേ? ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. കേരള ഭരണ സംവിധാനങ്ങൾ, അതായത് കേരള ഗവേണൻസ് 5 മാർക്ക്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 6 മാർക്ക്. ഭൗതിക ശാസ്ത്രം അതുപോലെ രസതന്ത്രം രണ്ടിനും കൂടി 3 മാർക്ക് വെച്ച്. ദെൻ നോക്കിക്കേ, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് 3 മാർക്ക്. സുപ്രധാന നിയമങ്ങളിൽ നിന്ന് 5 മാർക്ക്. ഞാൻ പറഞ്ഞിരുന്നു 5 നിയമം 5 മാർക്ക്. ഇനി ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യം.
ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ എഫോർട്ട് കൂടി ഇട്ടോണേന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. 20 മാർക്കിന്റെ ചോദ്യം ഇവിടുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്ന്. മാത്സ് മെന്റൽ എബിലിറ്റി, ലഘുഗണിതം, മാനസിക വിശേഷി 10 മാർക്ക്, 10 മാർക്ക്. ഇംഗ്ലീഷ് 10 മാർക്ക്. പ്രാദേശിക ഭാഷ, അതായത് നമ്മുടെയൊക്കെ മാതൃഭാഷ മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് BSc ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. നിങ്ങൾ കണ്ടോ? കാണാൻ പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന്? മനസ്സിലായില്ലേ? എവിടെയൊക്കെ ശ്രദ്ധ കൊടുക്കണം, എവിടെയൊക്കെ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ധാരണ ഇപ്പൊ കിട്ടിയില്ലേ? എവിടെയൊക്കെ ശ്രദ്ധ കൊടുക്കണം, ഏതൊക്കെ മേഖലകളിലേക്ക് ഞാൻ കടന്നു ചെല്ലണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന്? ശരിയല്ലേ? ഒന്ന് നോക്കിക്കേ. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇവര് മാത്രം 50 മാർക്കാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇവര് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 50 മാർക്കാ. ഇത് പഠിക്കാൻ പറ്റാത്ത കാര്യം വല്ലതും ആണോ? ഒരു കാര്യമല്ല അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഒന്ന് ലൈവായിട്ട് ഫയറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ 50 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ കയ്യിലോട്ട് വിടുക. നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും ഫയറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 50 മാർക്കിൽ എത്ര മാർക്കും സ്കോർ ചെയ്യാം. അത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ വിട്ടേക്കാം. ഈ ഒരു 50 മാർക്ക് നിങ്ങൾ എത്രത്തോളം മാക്സിമം സ്കോർ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭാവി എന്നും പറഞ്ഞ് ബാക്കി ഭാഗങ്ങൾ വെറുതെ വിടണമെന്നല്ല കേട്ടോ. അതാണ് റാങ്ക് മേക്കിംഗ് മേഖല അവിടെ കിടക്കുന്നത്. പക്ഷെ ഇവിടെ ഈ 50 ചോദ്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മറുപുറത്ത് നമുക്ക് എത്ര റാങ്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ സ്ട്രാറ്റജി നമ്മൾ വഴിയെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒന്ന് യെസ് പറഞ്ഞി. ഒരു വേഗ് ഐഡിയ കിട്ടിയോ? അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒരു യെസ് പറഞ്ഞേ. നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടിയില്ലേ എങ്ങനെയാണിത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിന്റെ? കിട്ടി. അല്ല പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളഞ്ഞേക്കില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളഞ്ഞേക്കില്ല, പിടിച്ചു വെച്ചോ, കയ്യിലുണ്ടാവണം. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇതിന്റെ ബാക്കി സിലബസ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണേ. നിങ്ങളിത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ഒന്ന് നോക്കിയാൽ മതി. എന്റെ കൂടെ ഒന്ന് നോക്കി പോയാൽ മതിയേ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേ. ചരിത്രത്തിന്റെ 5 മാർക്കിൽ നമ്മൾ കേരള ചരിത്രം അല്ലെ, യൂറോപ്യന്മാരുടെ വരവ്, അതായത് വാസ്കോ ഡ ഗാമ അടക്കമുള്ള യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് വരുന്ന സമയം മുതലുള്ള ചരിത്രമാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെ. യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ഒരു ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള്, ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും സഹോദരൻ അയ്യപ്പനെയും ചട്ടമ്പി സ്വാമികളെയും വാഗ്ഭടാനന്ദനെയൊക്കെ കാണുന്ന ആ ഒരു മേഖല അല്ലെ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങള്, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകള്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ചരിത്ര ഭാഗങ്ങൾ. ദെൻ ഇന്ത്യ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം അടക്കമുള്ള ആ ചരിത്ര സത്യങ്ങൾ എവിടെ പഠിക്കണം? ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കണം. സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വർത്തമാന പത്രങ്ങള് അല്ലെ. കറണ്ട് അഫയേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെഷൻസ് തരും കേട്ടോ. കറണ്ട് അഫയേഴ്സ് നമ്മുടെ PSC ടോക്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവും, ചോദ്യങ്ങളുടെ രൂപത്തിൽ അപ്ഡേറ്റ് ആവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുകൂടാതെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും, അത് ഫോളോ ചെയ്യുക. അതുകൂടാതെ കറണ്ട് അഫയേഴ്സിന്റെ മാസ്റ്റർ പഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പൈലേഷൻ ഉണ്ടാവും, അതും ഫോളോ ചെയ്യുക. ഇത്രയും പോരെ പ്രശ്ന? അതുപോലെ യെസ്. പിന്നെ ലോക ചരിത്രം, അത്രേ ഉള്ളൂ. ഇംഗ്ലണ്ടിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ എവിടെ കിട്ടും നമുക്ക്? SCERT ആട്ടോ. ഇതൊക്കെ പ്യുവർ SCERT നോളജ് ആട്ടോ. PSC ചോദിക്കുന്നതും ഡയറക്റ്റ് SCERTയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഈ ചരിത്രം പഠിക്കുമ്പോൾ SCERT പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചരിത്രം പഠിച്ചിട്ടേ പുറത്തു പോകാവൂ എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ SCERT പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചരിത്രം പഠിച്ചിട്ടേ പുറത്തേക്ക് പോകാവൂ. അതിനകത്ത് തന്നെ നിങ്ങൾ ഒന്ന് കറങ്ങി നിന്നോണം കേട്ടോ. യെസ്. ദെൻ ഭൂമിശാസ്ത്രം, ഇതും SCERT. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്നത് SCERT ന്നാണ്. അതുകൊണ്ട് എന്തൊക്കെ ചോദിക്കുന്നു എന്ന് ഞാൻ പറയാം. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ്, നമ്മുടെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ,
ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ കാണുന്ന പാറകള്, ഭൗമ ഉപരിതലം, അന്തരീക്ഷത്തിന്റെ മർദ്ദം, കാറ്റ് എങ്ങനെ ഉണ്ടാവുന്നു, ചൂട് എങ്ങനെ ഉണ്ടാവുന്നു, ഋതുഭേദങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെ, പൂക്കൾ എങ്ങനെ, പൂക്കാലവും എങ്ങനെ, മഴക്കാലവും എങ്ങനെ, വേനൽക്കാലവും ഒക്കെ വരുന്നു, ഇനി ആഗോള താപനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ജോഗ്രഫിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് വേറെ എങ്ങും പോകണ്ട കേട്ടോ, റിസോഴ്സുകൾ തപ്പി നടക്കേ വേണ്ട. SCERT വായിച്ചോളുക, നമ്മുടെ ക്ലാസ്സിലെ നോട്ട് നോക്കിക്കൊള്ളുക. SCERT വായിച്ചോളുക, നമ്മുടെ ക്ലാസ്സിലെ നോട്ട് വായിച്ചോളുക. ദെൻ വിവിധ തരം മലിനീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മാപ്പ് SCERT മാത്രം, മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ SCERT മാത്രം വായിച്ചാൽ മതി. പിന്നെന്താണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ടുള്ള സമുദ്രങ്ങളുടെ ചലനങ്ങൾ, തിരമാല ഉണ്ടാവുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ കറന്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട്, വേലിയേറ്റം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്, വേലിയിറക്കം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ശരിയല്ലേ. പിന്നെ ഭൂഖണ്ഡങ്ങള്, മറ്റ് രാജ്യങ്ങള്, അവരുടെ പ്രത്യേകതകൾ, അതൊക്കെ നമ്മുടെ SCERT-യുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്കുണ്ടാവും. പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, നമ്മുടെ ഹിമാലയം അടക്കമുള്ള മലമ്പ്രദേശങ്ങൾ, നമ്മുടെ പ്ലെയിനുകൾ, നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ കടൽ തീരങ്ങൾ, നമ്മുടെ പ്രകൃതിയെ, കാട്, മഞ്ഞ്, ഇവിടുത്തെ പച്ചപ്പ്, ഹരിതാഭ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയും മിനറൽസിനെ പറ്റിയും ഒക്കെ ഉള്ളൊരു പഠനം. ഇതും പൂർണ്ണമായും SCERT ബേസ് ചെയ്ത് പഠിക്കണം കേട്ടോ, പൂർണ്ണമായിട്ട് SCERT ബേസ് ചെയ്ത് പഠിക്കണം. ദെൻ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, നമ്മളെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു ഭൂമിശാസ്ത്രം അറിഞ്ഞിരിക്കണ്ടേ, ശരിയല്ലേ? അല്ലാതെ നിവൃത്തിയുണ്ടോ? നിവൃത്തിയില്ല, ശരിയല്ലേ? അപ്പൊ അതൊന്ന് നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാരും ഇവിടെ ഉണ്ടോ? യെസ്, അല്ല പിന്നെ റഷ്ന, യെസ്. അപ്പൊ ഭൂമിശാസ്ത്രം കണ്ടു. അതിനുശേഷം എന്താ എഴുതിയിരിക്കുന്നത്? ധനതത്വശാസ്ത്രം, നമ്മുടെ ഇക്കണോമിക്സ്, ധനതത്വശാസ്ത്രം നമ്മുടെ ഇക്കണോമിക്സ് 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ SCERT എന്താണെങ്കിലും വായിക്കണേ. 8, 9, 10 ക്ലാസ്സുകളിലെ SCERT ഇക്കണോമിക്സ് എന്താണെങ്കിലും വായിക്കണേ. അതുമായിട്ട് ബന്ധപ്പെട്ടാ കൂടുതൽ ചോദ്യങ്ങൾ SCERT കേട്ടോ. അപ്പൊ നമ്മൾ 8, 9, 10 ഇക്കണോമിക്സിന്റെ SCERT കൃത്യമായിട്ട് വായിക്കണേ. +1, +2ലേക്ക് പോകാനുള്ള സമയം ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി പോകാം നമുക്ക് കേട്ടോ. +1 അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. SCERT-യുടെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ എന്താണെങ്കിലും ചെറിയ ക്ലാസ് മുതൽ വായിച്ചു തുടങ്ങിക്കോ. ധനതത്വശാസ്ത്രത്തിന് എന്താ വരിക? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതായത് ഫിനാൻസ് കമ്മീഷന്, അതുപോലെ നമ്മുടെ നാട്ടിലെ വിളകള്, ധാതുക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ എന്താണ് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. ദെൻ പിന്നീട് വരുന്ന ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന വളരെ ചെറിയൊരു സിലബസ് ആണ്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ഒരുപാട് ഉത്തരം കിട്ടും. അതായത് ഭരണഘടനയുടെ ആമുഖം പഠിക്കുക, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പഠിക്കുക, പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചും DPSP നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചും മൗലിക കടമകളെ കുറിച്ചും നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കുന്ന ഭേദഗതികൾ എന്തൊക്കെയാണെന്നും പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിക്കുക. പഞ്ചായത്ത് രാജ്, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നുള്ള 5 മാർക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. അവർ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കത്തുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 5 മാർക്കും തന്നെ സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സാറിന്റെ ക്ലാസ്സുകൾ അത്രത്തോളം നല്ല ക്ലാസ്സുകളും ആയതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ദെൻ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കുണ്ടേ. 5 മാർക്കുണ്ടേ. എന്തൊക്കെയാ പഠിക്കണ്ടേ? സംസ്ഥാന സിവിൽ സർവീസ്, നമ്മുടെ KAS മുതൽ ഇങ്ങോട്ട് താഴോട്ട് കിടക്കുന്ന സംസ്ഥാന സിവിൽ സർവീസ്. ദെൻ കേരളത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ, ലോകായുക്ത, ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട്, അതുപോലെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ നമ്മുടെ വനിതാ കമ്മീഷൻ, ആസൂത്രണം, ദുരന്ത നിവാരണ അതോറിറ്റി, അല്ലെ, നമ്മുടെ 2018-ലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അത്തരത്തില് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ, നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി നമ്മുടെ സർക്കാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പഠിക്കണ്ടേ? ഇത്തരം കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ എവിടെയാ വരിക? കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്താ വരിക. നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ? ഋഷാന, വിദ്യ, ശരിയല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ശരി. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. എന്താ അതിനകത്ത് വരിക? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇത്രേ ഉള്ളൂ. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായൊരു അറിവ്, തലച്ചോറ്, കണ്ണ്, കാത്,
ഹൃദയം, കരള്, ശ്വാസകോശം, ഇത്തരത്തില് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതിനകത്ത് 1 മാർക്ക് ഉണ്ട് ഉറപ്പായിട്ടും. ദെൻ ജീവകങ്ങൾ, വൈറ്റമിൻ എ, ബി, സി, ഡി അങ്ങനെ അങ്ങ് പോവാം അല്ലെ. ഈ ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇത് പഠിച്ചാൽ 1 മാർക്ക് ഷുവറാണ്. സാംക്രമിക രോഗങ്ങൾ, അതായത് വൈറസ് പരത്തുന്ന രോഗമുണ്ട്, ബാക്ടീരിയ പരത്തുന്ന രോഗമുണ്ട്, പ്രൊട്ടോസോവ പരത്തുന്ന രോഗമുണ്ട്, ഫംഗസ് പരത്തുന്ന രോഗമുണ്ട്. ഇത് ഏതൊക്കെയാന്ന് പഠിച്ചാൽ 1 മാർക്ക് ഷുവറാണ്. ഇനി കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഹെൽത്ത്, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പഠിച്ചു വെച്ചാൽ 1 മാർക്ക് ഷുവറാണ്. ദെൻ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, എന്താണ് പൊണ്ണത്തടി അല്ലെ, ഈ രോഗങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് ഷുവറാണ്. ഉറപ്പായിട്ടും 1 മാർക്ക് കിട്ടും. പിന്നെ എന്താണ്, അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ അതൊരു സിലബസിൽ ഉള്ളത് കൊണ്ട് നമ്മൾ പഠിക്കണം. പക്ഷെ ആദ്യത്തെ 1, 2, 3, 4, 5 ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ 5 മാർക്ക് കൺഫേം. 6ാമത്തെ 1 മാർക്ക് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ചോദിക്കും. അത് നിർബന്ധമില്ല, നമുക്ക് പഠിക്കാൻ എന്താണെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് തട്ടിയെടുക്കും കേട്ടോ, അതും കൂടെ തട്ടിയെടുക്കും. പിന്നെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കേട്ടോ. കാരണം സിലബസിനകത്ത് അവർ കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിലെ സയൻസിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു കൊച്ചിന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം അവർ സിലബസിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു സിലബസ് കണ്ട് ടെൻഷൻ അടിക്കേണ്ട. മുൻവർഷ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് പഠിച്ചിട്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PSC ചോദിക്കുന്നത് എന്ന് മാത്രം കണ്ടെത്തിയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തന്നോളൂ. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും. കാരണം ഉണ്ടോ, ഇത്രയും സിലബസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. എന്നിട്ട് ചോദ്യം എത്രയാ? 3 ചോദ്യം. ഇത്രയും പഠിക്കാൻ സമയം കളയേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇത്രയും കണ്ടന്റ് പഠിക്കാൻ ഒരുപാട് സമയം കളയണോ ഈ 3 ചോദ്യത്തിന് വേണ്ടി? യെസ് ഓർ നോ? വേണോ വേണ്ടയോ? ഇത്രയും സിലബസ് കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് സമയം കളയണോ 3 ചോദ്യത്തിന് വേണ്ടി? കളയണ്ട അല്ലെ വിദ്യ? അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഫാക്കൽറ്റീസ് മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിട്ട് ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയുള്ള മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് തരുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ, അതൊന്നും നോക്കിയാൽ മതി. അനാവശ്യമായിട്ട് സമയം കളയുകയും ചെയ്യരുത്. ദെൻ രസതന്ത്രവും അങ്ങനെ തന്നെ. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം. ഇത് നമ്മുടെ സുബിൻ സാറ് കൃത്യമായിട്ട് എടുത്തു തരും കേട്ടോ. ഏതൊക്കെ മേഖലകളിലാണോ ചോദ്യം വരുന്നത്, എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, ആരെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞും തരും, അതിന്റെ നോട്ടും തരും. അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പക്ഷെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കൂ. കല, കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ അല്ലെ, കഥകളി മുതല്, തെയ്യം മുതല്, പടയണി മുതല്, മാർഗംകളി, ഒരു മാർഗമില്ലാത്തപ്പോ കളിക്കുന്ന മാർഗംകളി മുതല്, കുച്ചിപ്പുടി, കേരള നടനം, അങ്ങനെ കുച്ചിപ്പുടി ഒന്നുമില്ല, കേരള നടനം, അങ്ങനെ കേരളത്തിൻ്റെതായിട്ടുള്ള കലാരൂപങ്ങളെ പറ്റി പഠിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പഠിക്കാൻ നമുക്കൊരു വളരെ നല്ലൊരു താല്പര്യം തോന്നുന്നൊരു മേഖലയാണ്. ഇനി ഈ കലകളുമായിട്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തെയ്യം കാരണം ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാ? നിങ്ങൾക്ക് അറിയാലോ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. തെയ്യം കാരണം ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാ? തെയ്യം കണ്ണൂർ അല്ലെ, രാജലക്ഷ്മി. സിമ്പിൾ സാധനമാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂർ. ഇനി കലാമണ്ഡലം കാരണം ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏതാ, അല്ലെങ്കിൽ ജില്ല ഏതാ? കലാമണ്ഡലം കാരണം ഫേമസ് ആയിട്ടുള്ള ജില്ല ഏതാ? ഏതാ ജില്ല? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. കലാമണ്ഡലം കാരണം ഫേമസ് ആയിട്ടുള്ള ജില്ല തൃശ്ശൂർ. ഒരു സംശയമില്ല, തൃശ്ശൂർ. അപ്പൊ ഇത്തരത്തില് നമ്മുടെ കലാരൂപങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും അവരുടെ പ്രത്യേകതയൊക്കെ ചോദിക്കും. ഈ പ്രശസ്തമായ സ്ഥാപനങ്ങൾ അല്ലെ, കേരളത്തിലെ കലയുടെ തറവാട് അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരെന്താ? കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തെ പറ്റി ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒറ്റ പേര് വരുമല്ലോ. ഏതാ പേര്? ഒന്ന് പറഞ്ഞു ചാറ്റ് ബോക്സിൽ. ഒറ്റ പേര്. നമുക്ക് ചോദിക്കുന്ന പോലെ ഒറ്റ പേര്. ആരാ? കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തെ പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒറ്റ പേര്? രാജലക്ഷ്മി, ജീനു. എവിടെയാ? കലാമണ്ഡലം. സിമ്പിൾ. കേരള കലാമണ്ഡലം. അതിനപ്പുറത്തേക്ക് ഒരു പേര് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് വരില്ല അല്ലെ. കേരള കലാമണ്ഡലം. അപ്പൊ ഇത്തരത്തില് കലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, പ്രശസ്തരായ വ്യക്തികൾ
ഉദാഹരണം പറഞ്ഞാൽ ഓട്ടംതുള്ളൽ എന്ന കലയുടെ പേര് കേൾക്കുമ്പോൾ ഏത് പ്രശസ്തനായ വ്യക്തിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? ഓട്ടംതുള്ളൽ എന്ന പേര് കേൾക്കുമ്പോൾ ഏത് പ്രശസ്തനായ വ്യക്തിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. അതിനപ്പുറത്തൊരു ഓപ്ഷൻ ഇല്ല. കുഞ്ചൻ നമ്പ്യാർ. പ്രശസ്തരായ കലാകാരന്മാർ. കലാമണ്ഡലം ഗോപി വളരെ പ്രശസ്തനായ ഒരു കലാകാരനാണ്. ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? കലാമണ്ഡലം ഗോപി. ഏത് കലയുമായിട്ടാണ് ഈ ഒരു കലാകാരൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കഥകളി. സജിത, വെരി ഗുഡ്. കഥകളി. ഇത്രേ ഉള്ളൂ സംഭവം. കലാമണ്ഡലം ഗോപി കുഞ്ചൻ നമ്പ്യാരുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്? വിദ്യ. അത് നേരത്തെ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ശരി. ഞാൻ ഓർത്ത് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഓക്കെ, അത് നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിരുന്നു. അപ്പൊ കലാമണ്ഡലം ഗോപി കഥകളി. ഇനി കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തരായ എഴുത്തുകാര്, ഇതൊക്കെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിപ്പിക്കും കേട്ടോ. അതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവര്, നമ്മുടെ PT ഉഷ മുതൽ, ബീനാമോള് മുതൽ, അഞ്ജു ബോബി ജോർജ് മുതൽ, സഞ്ജു സാംസൺ വരെ കിടക്കുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പെങ്കൊച്ച് മിന്നു മണി, അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പെങ്കൊച്ച് മിന്നു മണി വരെ ഉണ്ട് കായികവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിന്റെ അഭിമാനങ്ങൾ. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, പ്രധാനപ്പെട്ട അവാർഡുകള്, പ്രധാന ട്രോഫികള്, അല്ലെ? അർജുന അവാർഡ് മുതലായിട്ടുള്ള അവാർഡുകളുണ്ട്, ട്രോഫികളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ എടുത്തു തരും, പഠിക്കണം. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ഇതൊക്കെ നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്. യെസ്. ഇനി സാഹിത്യം. മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ മുന്നേറ്റങ്ങൾ, എഴുത്തുകാര്, തൂലികാനാമങ്ങൾ, അല്ലെ? നിങ്ങൾ തൂലികാനാമങ്ങളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അതുപോലെ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? ഇത്തരത്തില് MK മേനോൻ, അല്ലെ? റഷ്ന, വിലാസിനി, MK മേനോൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ടൊരു ധാരണയുണ്ട്. ഇത്തരം ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുക, നമ്മുടെ ഈ ചോദ്യത്തിനകത്ത്, ഈ ഭാഗത്ത് ചോദിക്കുക. പിന്നെ കഥാപാത്രങ്ങൾ. അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളത്? ഏത് കൃതിയിലാണ് കണ്ടിട്ടുള്ളത്? അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ഏത് കൃതിയിലാണ് കണ്ടിട്ടുള്ളത്? അപ്പുക്കിളി ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥാപാത്രം, അല്ലെ? അപ്പുക്കിളി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമ്മൾ ഏത് കൃതിയിലാണ് കണ്ടിട്ടുള്ളത്? കൃതി പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. രാജലക്ഷ്മി, എത്ര ഉള്ളൂ. ഖസാക്കിന്റെ ഇതിഹാസം, അല്ലെ? ഖസാക്കിന്റെ ഇതിഹാസം. പിന്നെ പ്രധാനപ്പെട്ട ഡയലോഗുകൾ ഒന്നും ചേർന്ന ഇമ്മണി ബെല്ല് ഒന്ന് എന്ന ഏത് പുസ്തകത്തെ അല്ലെങ്കിൽ ഏത് കൃതിയിലാണ് നമ്മൾ കാണുന്നത്? ഒന്നും ചേർന്ന ഇമ്മണി ബെല്ല് ഒന്ന് എന്ന് ഏത് കൃതിയിലാണ് നമ്മൾ കാണുന്നത്? അല്ലെങ്കിൽ ഏത് ബുക്കിലാണ് നമ്മൾ കാണുന്നത്? ഒന്നും ചേർന്നാല് ഇമ്മണി ബെല്ല് ഒന്ന് എന്ന് നമ്മൾ ഏത് കൃതിയിലെ, ഏത് ബുക്കിലാണ് നമ്മൾ? ബഷീറിന്റെ, അല്ലെ? ബഷീറിന്റെ പാത്തുമ്മയുടെ ആടല്ല, ബഷീറിന്റെ ബഷീറിന്റെ മജീദ് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത്, അല്ലെ? ബഷീറിന്റെ മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാ, ഒരു ക്ലാസിക്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ബഷീറിന്റെ ബാല്യകാല സഖി കേട്ടിട്ടുണ്ടോ? അത് പിന്നെ ഒരു സിനിമയൊക്കെ ആയിരുന്നു, അല്ലെ? ബാല്യകാല സഖിയിലെ മജീദ് എന്ന് പറയുന്ന ക്യാരക്ടർ, സുഹറ എന്ന് പറയുന്ന ക്യാരക്ടർ, ഇവർ തമ്മിൽ സ്കൂളിലുള്ള ഒരു സംഭാഷണത്തിനിടയ്ക്ക് അധ്യാപകൻ ചോദിക്കുന്നു, ഒന്ന് എത്രയാ? അപ്പം മജീദ് പറയാണ്, ഒന്ന് ഇമ്മണി വലിയൊന്ന്. അപ്പൊ ഇത്തരത്തില് കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? വളരെ രസകരമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കമ്പ്യൂട്ടർ അല്ലെ? അതിന് പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം, അല്ലെ? പൂരത്തെ പറ്റി പഠിക്കണം. അതുപോലെ മറ്റു പല പൂരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ആഘോഷങ്ങൾ, ഓണാഘോഷമുണ്ട് നമ്മുടെ നാട്ടിൽ, ഓണാഘോഷമുണ്ട്. അത്തച്ചമയം, തൃപ്പൂണിത്തുറ അത്തച്ചമയമുണ്ട്. അപ്പൊ ഇത്തരത്തില് ആഘോഷങ്ങള്, പൂരം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ നോട്ട് തരാം. ദെൻ കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ. മക്കളെ ഇത്രയുള്ളൂ. കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ചോദ്യം നമ്മുടെ സൈബർ ക്രൈമിനെ പറ്റിയായിരിക്കും, ഒരു ചോദ്യം നമ്മുടെ IT ആക്ടിനെ പറ്റിയായിരിക്കും, മറ്റൊരു ചോദ്യം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ സിലബസ് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിക്കോണം. സുപ്രധാന നിയമങ്ങൾ സാർ ഓൾറെഡി പറഞ്ഞല്ലോ. 1 RTA, വിവരാവകാശ നിയമം. 2 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്.
3 ലോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ SC/ST പ്രൊട്ടക്ഷൻ. 4 നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള സംരക്ഷണം. 5 പോക്സോ. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഒറ്റയടി അങ്ങ് പഠിക്കുന്നു. 5 മാർക്ക് കയ്യിലോട്ട് എടുത്തങ്ങ് വെക്കുന്നു, പരിപാടി കഴിയും. ഈ 5 നിയമങ്ങൾ ചടപടയും നമ്മൾ പഠിക്കുന്നു, 5 മാർക്ക് സേഫ് ആക്കുന്നു, ആ ഭാഗം അങ്ങോട്ട് മാറുന്നു, പരിപാടി കഴിയും. ഇത്രേ ഉള്ളൂ. ദെൻ ആനുകാലിക വിഷയങ്ങൾ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാത്സ്, ഗണിതം നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കും. അതുപോലെ ഇംഗ്ലീഷ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ എടുത്തു തരും. ഗ്രാമറും അതുപോലെ നമ്മുടെ വൊക്കാബുലറിയും അടങ്ങുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അതുപോലെ മലയാളം എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ 10 മാർക്കും കൊണ്ടെത്തിച്ചിരിക്കും. ഇതിൽ നിന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇട്ടേക്കുക, ഞാൻ വിടവാങ്ങുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുൻപോട്ട് ഇനി എങ്ങനെ സഞ്ചരിക്കണം എന്നതിനെ പറ്റി ഒരു ധാരണ, ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഫയർ ആക്കിയേക്കുക. ഞാൻ ഇതോടുകൂടി എൻ്റെ കലാപരിപാടി അവസാനിപ്പിക്കാം. സുബിൻ സാർ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ കലാപരിപാടി ഏകദേശം യെസ്, ചാറ്റ് ബോക്സ് കത്തുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് കരുതുന്നു, സന്തോഷം. അപ്പൊ നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ വെറ്ററൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ എഴുതി പരിചയമുള്ള ആളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരേ ലെവലിൽ തുടങ്ങുന്നു. അതൊരു ബേസ് ലെവൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ നയം. നമ്മളെല്ലാവരും ഒരേ ലെവലിൽ തുടങ്ങുന്നു, അതൊരു ബേസ് ലെവലായിരിക്കും. ഈ ബേസിൽ നിന്ന് നമ്മൾ ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് പതുക്കെ കട്ട വെച്ച് കെട്ടി നമ്മുടെ അവസാനത്തെ വീട് പണിയുന്നു. ഇതായിരിക്കും നമ്മുടെ നയം. കുഴപ്പമില്ലല്ലോ. ഈ പ്രഖ്യാപിത നയത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഇപ്പൊ പറയാം. ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ സുബിൻ സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ സുബിൻ സാറ് ഇതിനോടകം തന്നെ കേരള PSCയുടെ 10-ലധികം, കൃത്യമായിട്ട് പറഞ്ഞ 12-ലധികം റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയ ഒരാളാണ്. അല്ലെ, ഡിഗ്രി ലെവല്, +2 ലെവല്, 10th ലെവൽ അടക്കമുള്ള 12ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ്. LDC പരീക്ഷയിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ് ആയിക്കോട്ടെ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആയിക്കോട്ടെ, 12-ലധികം റാങ്ക് ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യത്തിന് അപ്പുറത്താണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മെന്റർ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മെന്ററെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സുബിൻ സാറ്. സാർ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യും. സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സുബിൻ സാറെ കേൾക്കാലോ അല്ലേ?